ഇടയ്ക്ക് സ്വാഗതം. അപ്പോൾ ബസൂക്കയുടെ ടീസർ വന്നിട്ടുണ്ട്. ടീസർ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഒരു രക്ഷയുമില്ല, കിടുക്കൻ ഐറ്റം എന്ന് തന്നെ പറയാം. മമ്മൂട്ടിയുടെ ലുക്ക് അടാർ എന്ന് തന്നെ പറയാം. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ലുക്ക്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു നടൻ്റെ രൂപം എത്രത്തോളം ഗംഭീരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബസൂക്ക എന്ന സിനിമ വരുമ്പോൾ, അതിൻ്റെ ട്രെയിലർ വരുമ്പോൾ, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, 1.5 വർഷമായി ഈ സിനിമയുടെ അപ്ഡേറ്റുകളും കാര്യങ്ങളുമൊക്കെ വന്ന് ഫസ്റ്റ് ലുക്കിൽ ഭയങ്കരമായിട്ടൊരു ഹൈപ്പ് വന്നിട്ട് പിന്നീട് വലിയ രീതിയിൽ ഈ സിനിമ ഇറങ്ങുമോ എന്നുള്ളൊരു ചോദ്യം പോലെ നിന്നിരുന്നിടത്തുനിന്ന് വീണ്ടും അതങ്ങ് ലിവറേജ് ചെയ്തും അങ്ങ് പൊക്കി മുകളിലെത്തിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇതിലെ ടീസർ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് തന്നെയാണ്. ഗൗതം മേനോനും മമ്മൂട്ടിയുടെ ഒരു ലാസ്റ്റ് ഒരു ഡയലോഗും കൂടെ ഉണ്ട്, നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ബായി എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ ദിവസം തന്നെ ലീക്കായിരുന്നു. പക്ഷെ അതൊരു ഗംഭീരമായിട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ലുക്ക് ഒരു രക്ഷയുമില്ലാത്ത ഒരു ഗെയിം ത്രില്ലർ സബ്ജക്റ്റ് ഒരു ഇവിടെ മലയാളത്തിൽ ചെയ്യണമെങ്കിൽ വേറെ ആരുമില്ല എന്ന് ഉറപ്പിക്കുകയാണ്. കാരണം ആപ്റ്റായിട്ടുള്ള ആക്ടറെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വേറെ മലയാളത്തിലെ യൂത്തിലോ ഇനി സീനിയേഴ്സിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല, മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. ഇനി യൂത്തിൽ എത്ര സ്റ്റൈലിഷ് നടന്മാർ ഇനിയിപ്പോൾ കണ്ടുപിടിക്കാനുണ്ടെങ്കിലും അവരൊന്നും മമ്മൂട്ടിയുടെ ആ ഒരു സ്റ്റൈലിന് മുന്നിലേക്ക് എത്തില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അത് ഗ്യാരണ്ടീഡ് തന്നെയാണ്. കാരണം ഇത്ര വർഷങ്ങളായിട്ട് ഒരാൾ പോലും പിടിച്ചു നിൽക്കാൻ വന്നിട്ടില്ല. 50 വർഷമായി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ബസൂക്ക ഒരു രക്ഷമില്ലാതെ, ഒറ്റ കാര്യം പറയാം, ഡിനോ ഡെനീസിന് നല്ല ഭാവിയുള്ള ആൾ തന്നെയാണ്. കാരണം അമ്മാതിരി ഒരു മേക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ടീച്ചറിലെ കുറച്ച് നെഗറ്റിവിറ്റീസ് നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഇവിടെ പലപ്പോഴും അതിൻ്റെ ഈ പറഞ്ഞ പോലെ BGM ഭീഷ്മപർവ്വത്തിൻ്റെ ഒരു ഫീല് വരുന്നുണ്ട്. ഒപ്പം ഈ കസേരയിൽ മമ്മൂട്ടി കാണിക്കുന്ന ആദ്യത്തെ ഒരു സീനുണ്ട്, അതൊരു ഭീഷ്മപർവ്വത്തിൻ്റെ ഫീല് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള 1-2 കാര്യങ്ങളുണ്ട്. ബാക്കി എല്ലാം കൊണ്ടും ഒരു രക്ഷയും ഇല്ല എന്ന് തന്നെ പറയാം. ഇത് തകർത്തെടുത്തിരിക്കുകയാണ്. ഇത് ഏത് റേഞ്ചിൽ പോകും, 100 കോടിയാണോ 50 കോടിയാണോ 200 കോടിയാണോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പരീക്ഷണ ചിത്രം മാത്രമാണ്. പക്ഷേ വർത്താണ് ഈ ഒരു സിനിമ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. കാരണം ആ രീതിയിൽ തന്നെയാണ് എടുക്കണം. നല്ല മേക്കിങ് നമുക്ക് ആ ടീസറിൽ കാണുമ്പോൾ ഇതേപോലെയാണ് സിനിമ പോകുന്നതെങ്കിൽ ഒരു 1.5 ഐറ്റമായിട്ട് തന്നെ സിനിമ പോകും. ഒരു പ്രശ്നവുമില്ല. ഒരു കത്തിക്കണ സംഭവം തന്നെ ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ഓരോ സിനിമയ്ക്കും അതിൻ്റെ വിധിയുണ്ട്. 100 കോടി 50 കോടിയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം ഇത് വെറൈറ്റി സംഭവം തന്നെയായിരിക്കും. ഇവിടെ റോഷാക്ക് പോലെയുള്ള ഒരു സിനിമ വന്നിട്ട് അത് 100 കോടി അടിച്ചിട്ടില്ല നമുക്കറിയാം. കാരണം അത്ര വെറൈറ്റി സിനിമയാണ്. ഇവിടെ പലരും അത് കണ്ടിരിക്കുന്നവരാണ്. അത്ര ഗംഭീരമായിട്ടുള്ള പെർഫോമൻസും അത്ര മനോഹരമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ സിനിമയുമായിരുന്നു റോഷാക്ക്. മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സിനിമയാണ്. ഇവിടെയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് റോഷാക്കിനെ പോലെ തന്നെ അതിലും മികച്ചതായിരിക്കും ബസൂക്ക എന്നുള്ളതാണ്. ശരിക്കും ബസൂക്ക എന്നല്ല, മമ്മൂക്ക തന്നെയാണ് ഇതിനകത്തിൽ നിറഞ്ഞാടുന്ന. തലമുടി പിന്നിലൊക്കെ ഒന്ന് കെട്ടി മമ്മൂട്ടിയുടെ ലുക്ക് ഉണ്ടല്ലോ, ഒരു രക്ഷയുമില്ല. അടാറ് പടമായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് ടീസർ കണ്ടപ്പോൾ തോന്നിയത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിക്കുന്നു, ഈ സിനിമ അടുത്ത ഗംഭീര ഹിറ്റായിരിക്കും. മമ്മൂട്ടിയുടെ ഈ ഒരു പരീക്ഷണ ചിത്രവും അതിഗംഭീര ഹിറ്റായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.